ഏറ്റുമാനൂരിലേക്ക് പോയാൽ അവിടെ സീറ്റിൽ ഉന്നമിട്ട് കോട്ടയത്തെ UDF-ൽ ചരടുവലികൾ നടക്കുകയാണ്. കോൺഗ്രസിൽ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, DCC ജനറൽ സെക്രട്ടറി ഗോപകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം വൈശാഖ് എന്നിവരുടെ പേരുകൾ ചർച്ചയിലുണ്ട്. സീറ്റ് ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിന് തടയിട്ട് കേരള കോൺഗ്രസിലും ചർച്ചകൾ സജീവമാണ്. ജോസ്മോൻ മുണ്ടക്കൽ, റോസമ്മ സോണി, ജെയ്സൺ ജോസഫ്, കുര്യാക്കോസ് പടവൻ എന്നീ പേരുകളാണ് കേരള കോൺഗ്രസ് പരിഗണിക്കുന്നത്. ഏറ്റുമാനൂർ സീറ്റ് ഉന്നമിട്ട് കോൺഗ്രസ് നീക്കം ശക്തമാണ്. കോൺഗ്രസ് മത്സരിച്ചാൽ വിജയസാധ്യതയെന്നാണ് പാർട്ടി വിലയിരുത്തൽ. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷിനാണ് പ്രഥമ പരിഗണന. താഴെത്തട്ടിലുള്ള സംഘടനാ ബന്ധവും പരിചിത മുഖമെന്നതും സുരേഷിന് അനുകൂലമാണ്. ജില്ലയിലെ പാർട്ടിയിലെ സൗമ്യമുഖം, ക്ലീൻ ഇമേജ് എന്നീ ഘടകങ്ങൾ DCC ജനറൽ സെക്രട്ടറി G ഗോപകുമാറിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം PK വൈശാഖും പട്ടികയിലുണ്ട്. CPM കുത്തകയായിരുന്ന കുമരകം ജില്ലാ പഞ്ചായത്ത് സീറ്റ് പിടിച്ചെടുത്ത PK വൈശാഖിന് പാർട്ടിയിലെ യുവനേതാവെന്ന പരിഗണനയും ലഭിക്കും. കേരള കോൺഗ്രസിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടക്കലിനാണ് മുൻതൂക്കം. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും നിലവിൽ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഡോക്ടർ റോസമ്മ സോണിയുടെ പേരും ചർച്ചകളിൽ സജീവമാണ്. പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോസഫ്, പാലാ നഗരസഭ മുൻ ചെയർമാനും സീനിയർ ലീഡറുമായ കുര്യാക്കോസ് പടവൻ എന്നീ പേരുകളും കേരള കോൺഗ്രസ് പരിഗണിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിലുണ്ടായ മിന്നും വിജയമാണ് UDF ക്യാമ്പിന് ആത്മവിശ്വാസം പകരുന്നത്. LDF സ്ഥാനാർത്ഥിയായി മന്ത്രി VN വാസവൻ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പാണ്. മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് UDF കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നത്. കോട്ടയത്തു നിന്നും ജോസി ബാബു, മീഡിയ 1. ജോസി ബാബു തന്നെ ചേരുകയാണ്. ജോസി, ഏറ്റുമാനൂർ സീറ്റ് കോൺഗ്രസിനാണോ കേരള കോൺഗ്രസിനാണോ എന്ന കാര്യത്തിൽ പോലും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. പക്ഷേ സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കോൺഗ്രസിനകത്തും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിനകത്തും ചർച്ചകൾ സജീവമാവുകയാണ്. ഈ സീറ്റ് ആർക്ക് എന്നുള്ള കാര്യത്തിലേക്കുള്ള തീരുമാനം എപ്പോഴാണ് വരിക? ഈ സ്ഥാനാർത്ഥി മോഹികളുടെ കാര്യത്തിൽ എന്താണ് നിലവിലുള്ള ഒരു അവസ്ഥ? കോൺഗ്രസിൽ എന്ത് ചർച്ചകളാണ് കാര്യമായി നടക്കുന്നത്? UDF സംസ്ഥാന നേതൃത്വമാണ് സ്ഥാനാർത്ഥി സംബന്ധിച്ച് അല്ലെങ്കിൽ സീറ്റ് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. നേരത്തെ തന്നെ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള ഒരു താല്പര്യമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വം നടത്തുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും വിജയ സാധ്യതയാണ് ഈ 2 സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ അക്കാര്യം വിലയിരുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് അത്തരമൊരു നീക്കം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസും 2 കൂട്ടരും സ്ഥാനാർത്ഥി ചർച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങളൊക്കെയും സജീവമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിൽ പ്രധാനമായും പരിഗണിക്കുന്നത് കോട്ടയം DCC അധ്യക്ഷൻ നാട്ടകം സുരേഷിനെയാണ്. നാട്ടകം സുരേഷിന് താഴെത്തട്ടിൽ പാർട്ടിയിൽ നല്ല സൗഹൃദങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ സംഘടനാ പരിചയമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നാട്ടകം സുരേഷിന്റെ പേര് ഏറ്റുമാനൂരിൽ പരിഗണിക്കുന്നത്. രണ്ടാമതായി DCC ജനറൽ സെക്രട്ടറി G ഗോപകുമാറിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. പാർട്ടിയിലെ ജില്ലയിലെ സൗമ്യമുഖമായ G ഗോപകുമാർ തുടക്കകാലത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് LDF-നെതിരെ നല്ല മത്സരം കാഴ്ചവെച്ചതുണ്ട് എന്നുള്ളൊരു ചരിത്രവും G ഗോപകുമാറിന് അനുകൂലമാണ്. കൂടാതെ യുവമുഖം എന്നതാണ് PK വൈശാഖിന് അനുകൂലമായിരിക്കുന്ന ഘടകം. ജില്ലാ പഞ്ചായത്ത് അംഗമായ PK വൈശാഖ് CPM കുത്തകയായ കുമരകം സീറ്റ് പിടിച്ചെടുത്താണ് ജില്ലാ പഞ്ചായത്ത് അംഗമായത്. കഴിഞ്ഞ തവണ കുറിച്ചി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും പിടിച്ചെടുത്തിരുന്നു. CPM കുത്തക സീറ്റുകൾ ചെറിയ പ്രായത്തിൽ തന്നെ പിടിച്ചെടുത്ത് നല്ല മത്സരം കാഴ്ചവെച്ച PK വൈശാഖ് നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയാണ്. ഈ ഘടകങ്ങളൊക്കെ PK വൈശാഖിനും അനുകൂലമാണ്. അതേസമയം തന്നെ കേരള കോൺഗ്രസും സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായി മുന്നോട്ട് പോവുകയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടക്കലിനാണ് മുൻതൂക്കമുള്ളത് കേരള കോൺഗ്രസിൽ. അതോടൊപ്പം തന്നെ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും ഇപ്പോൾ അതിരമ്പുഴയിൽ നിന്നുള്ള ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഡോക്ടർ റോസമ്മ സോണിയുടെ പേരും ചർച്ചകളിൽ സജീവമാണ്. കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോസഫ്, അതോടൊപ്പം സീനിയർ ലീഡറും മുൻ പാലാ നഗരസഭ അധ്യക്ഷനായ കുര്യാക്കോസ് പടവൻ എന്നീ പേരുകളും ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും സീറ്റ് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് നേരത്തെ തന്നെ മോൻസ് ജോസഫ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കിയെങ്കിലും ഇപ്പോഴും കോൺഗ്രസ് പ്രതീക്ഷ വെക്കുന്നുണ്ട് ചങ്ങനാശ്ശേരിയിലും ഏറ്റുമാനൂരിലും. അതുകൊണ്ട് തന്നെ ചില സാമുദായിക ഘടകങ്ങളടക്കം ഈ വിജയ സാധ്യത കോൺഗ്രസിനാണ് എന്നുള്ള കാര്യവും കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ കൂടുതൽ മധ്യ കേരളത്തിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ വിജയിച്ചെടുക്കേണ്ടത് കോൺഗ്രസിന്റെ അനിവാര്യതയാണ് എന്ന കാര്യം കേരള കോൺഗ്രസിനെ ബോധ്യപ്പെടുത്തി ഇത്തരം സീറ്റുകളിലൊക്കെയും പിടിച്ചെടുത്ത് അവിടെ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പാണ് കോൺഗ്രസ് നടത്തുന്നത്. എന്നാലും ഇരുവിഭാഗവും സ്ഥാനാർത്ഥി ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. LDF-ന്റെ സ്ഥാനാർത്ഥിയായി മന്ത്രി VN വാസവൻ തന്നെ വീണ്ടും മത്സരിക്കുമെന്ന് ഉറപ്പാണ്. BJP-യിൽ NDA-യിൽ BD ജയസ് ആണ് ഏറ്റുമാനൂർ സീറ്റിൽ മത്സരിക്കുന്നത്. നൗഫൽ. ശരി.